നോമ്പ് വിട പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരോടാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ ഇത്രയും ദിവസം നോറ്റ നോമ്പ്, റബ്ബിന്റെ പ്രീതിയും അനുഗ്രഹവും റഹ്മത്തും ബർക്കത്തൊക്കെ പ്രതീക്ഷിച്ച് നമ്മൾ നോറ്റ നോമ്പ്, ശാരീരിക മാനസിക നിയന്ത്രണത്തിൽ നമ്മൾ അനുഷ്ഠിച്ച നോമ്പ്, ഈ നോമ്പിൽ നിന്നും നോമ്പിന് ശേഷമുള്ള നമ്മുടെ ദിവസങ്ങളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് പാഠമാണ് നമ്മൾ പഠിച്ചത്, എന്ത് പ്രചോദനമാണ് നമ്മൾ അതിൽ നിന്നും ഉൾക്കൊണ്ടത്, നോമ്പിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തിൽ നോമ്പിൽ നിന്നും കിട്ടിയ അനുഭവം വെച്ചിട്ട് എന്ത് മാറ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ജ്യൂസുകൾ, വ്യത്യസ്തമായിട്ടുള്ള എണ്ണപ്പലഹാരങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള പൊരിക്കടികൾ, ഒരുപാട് ഭക്ഷണ രീതികളൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷേ നമ്മുടെ നോമ്പിന് ശേഷമുള്ള ജീവിതത്തിൽ ഇത്രയും നമ്മൾ ശാരീരിക നിയന്ത്രണത്തിൽ നോറ്റയും നോമ്പിൽ നിന്നും ഉൾക്കൊണ്ട പാഠം വെച്ചിട്ട് കണ്ണിൽ കണ്ടതും കയ്യിൽ കിട്ടിയതും എല്ലാം നമ്മൾ വാരി വലിച്ച് അകത്താക്കുന്ന ശീലമുള്ളവരുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. നമ്മൾ ഭക്ഷണത്തിൽ കാര്യമായ നിയന്ത്രണം തന്നെ വരുത്തണം. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് മാത്രം നമ്മൾ കഴിക്കുക. എല്ലാം നമ്മൾ കഴിച്ചിട്ട് നമുക്കറിയാം ഒരുപാട് ജീവിതശൈലി രോഗങ്ങളും ഒരുപാട് ഭക്ഷണത്തിൽ നിന്നുള്ള രോഗങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു രോഗാവസ്ഥയിലേക്ക് നമ്മുടെ ശരീരത്തെ എത്തിക്കാതെ ഭക്ഷണത്തിൽ നമ്മൾ പരമാവധി നിയന്ത്രണം ഏർപ്പെടുത്തുക. അതുപോലെ തന്നെയാണ് നമുക്ക് ഇക്കണ്ട ദിവസങ്ങളിലൊക്കെ പിണക്കം നമുക്ക് ഭയമായിരുന്നു, അസൂയ നമുക്ക് ഭയമായിരുന്നു, കളവ് പറയൽ നമുക്ക് ഭയമായിരുന്നു, വെറുപ്പ് ഭയമായിരുന്നു. ഇങ്ങനൊരു ശീലമായിരുന്നു നമുക്ക്. പടച്ചോൻ കാണുന്നുണ്ടല്ലോ എന്നുള്ളത്. ആ പടച്ചോൻ നോമ്പിന് ശേഷം നമ്മളെ കാണുന്നുള്ളൊരു ബോധമാണ് നമുക്ക് വേണ്ടത്. ഈ നല്ല ശീലങ്ങളുമായിട്ട് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും നിയന്ത്രിച്ച് നല്ല ആരോഗ്യമുള്ള ഒരു ജീവിതവുമായി നമ്മൾ നോമ്പിന് ശേഷവും മുന്നോട്ട് പോകണം.